PTSനും താഴെയാണ് ഈ 2 പേരെ, പട്ടികജാതിക്കാരായ 2 പേരെ മാറ്റി നിർത്തിയേക്കുന്നത്. അതിന് വിവരാവകാശം കൊടുക്കാതെ ഞാൻ PC വഴി പരീക്ഷ എഴുതി വന്ന ആളല്ലയോ, എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. വിവരാവകാശം കൊടുക്കുന്നതിന് തൊട്ട് പിറ്റേ ദിവസം ആ രജിസ്റ്റർ മാറ്റിയിട്ട് ഇവർക്ക് 2 പേർക്ക് മാത്രമായിട്ടൊരു രജിസ്റ്റർ അവിടെ സ്ഥാപിച്ച്. അതിനുശേഷം പിന്നെ ഞാൻ ADM പോയി കണ്ട് ഇത് സംസാരിച്ചപ്പോൾ ADM ഉപദേശിച്ച് വിട്ട്. അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്നുള്ള രീതിയിലാണ് ADM ഉപദേശിച്ച് വിട്ടത്. ദേവൻ MP ആണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. ദേവൻ, ജാതി അധിക്ഷേപത്തിന്റെ ക്രൂരമുഖമാണ് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്, പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത്. ഏതായാലും ആ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശാവഹമായ കാര്യം. എന്തൊക്കെ വകുപ്പ് ചുമത്തി, ആർക്കൊക്കെ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ? ലക്ഷ്മി, ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിലെ ഹുസൂർ ശിരസ്വദാർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥയ്ക്കെതിരെയാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും. ഈ വാർത്ത ന്യൂസ് മലയാളമായിരുന്നു ആദ്യം പുറത്തു കൊണ്ടുവന്നിരുന്നത്. ആലപ്പുഴ സ്വദേശി വള്ളികുന്നം സ്വദേശിയായിട്ടുള്ള ചൌക്കീദാർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലൊരു ജാതി വിവേചനം ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മികച്ച സേവനത്തിനുള്ള ഗുഡ് സർവീസ് എൻട്രി 3 തവണ നേടിയ, സംസ്ഥാന സർക്കാരിന്റെ 3 തവണ ബഹുമതി നേടിയ ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2009 മുതൽ ആലപ്പുഴ കളക്ടറേറ്റിലെ ചൌക്കീദാർ തസ്തികയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. 2025 ജനുവരി 1 മുതൽ ഈ പുതിയ ഹുസൂർ ശിരസ്വദാർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥ ചുമതലയെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ജാതി വിവേചനം ഉണ്ടായത്. അതിനുശേഷം 2025 ജനുവരി 1 മുതൽ ഈ പട്ടികജാതി ജീവനക്കാർക്ക് മാത്രമായി ഒരു പ്രത്യേക ഹാജർ ബുക്ക്, അതായത് പാർട്ട് ടൈം സ്വീപ്പർമാരോടൊപ്പം ആദ്യഘട്ടത്തിൽ ഈ ഹാജർ നില രേഖപ്പെടുത്താനായി ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് സംബന്ധിച്ച് ഓഫീസ് ഓർഡറോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തിറക്കിയിരുന്നില്ല. ഇത് സംബന്ധിച്ച് വിവരാവകാശവും ഈ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മറുപടിയിലും ഇത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും ഔദ്യോഗികമായി ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയിച്ചത്. ഇത് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഇവർക്ക് 2 പേർക്ക് മാത്രമായി, 2 ഉദ്യോഗസ്ഥരാണ് ആ വകുപ്പിൽ ഇത്തരത്തിൽ പട്ടികജാതി ജീവനക്കാരായിട്ടുള്ളത്, ഇവർക്ക് 2 പേർക്ക് മാത്രമായി ഒരു പ്രത്യേക ഹാജർ ബുക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് അതിന് അവർ മറുപടി നൽകിയത്. അത് മാത്രമല്ല, ഇത് തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോഴേക്കും വളരെ അധിക്ഷേപകരമായി ഇത്തരത്തിൽ പട്ടിക്കും പൂച്ചയ്ക്കും ഇതൊക്കെ മതി എന്നുള്ള തരത്തിലുള്ള വാക്കാൽ പരാമർശം നടത്തി എന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കടുത്ത ഒരു ജാതി വിവേചനമാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ ആ ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ പട്ടികജാതി കമ്മീഷന് 1 മാസം മുൻപ് തന്നെ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ ആലപ്പുഴ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ 40 ദിവസത്തോളം ആകുന്ന ഈ ഒരു പരാതി ഇവർ നൽകിയിട്ട് ഇപ്പോഴും ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്നും പട്ടികജാതി കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പരാതിക്കാരനെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ ജാതി വിവേചനം നേരിട്ട ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ്. നമ്മളോട് സംസാരിച്ചതും അവരാണ്. ഇവരെ ഒന്ന് വിളിച്ചുകൊണ്ട് ഒരു ഹിയറിംഗ് നടത്താനോ ഇതുവരെ കളക്ടർ നടത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഔദ്യോഗികമായ ഒരു തരത്തിലുള്ള വിശദീകരണവും ഇവരുടെ ഭാഗത്തു നിന്നും നേടിയിട്ടുമില്ല. അത് ഈ ആരോപണ വിധേയനായ ആളുടെ ഭാര്യ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ പണവും സ്വാധീനമുള്ള അവരുടെ എല്ലാം കൈകളിലാണ് ഈ നിയമങ്ങളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായി ഞങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും റവന്യൂ വകുപ്പിനും ഇത് സംബന്ധിച്ച് കൃത്യമായ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഒരു തവണ ഇത്തരത്തിൽ ഈ പരാതിക്കാരിയായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഒരു തവണ മാത്രമാണ് ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഈ അന്വേഷണം പൂർണ്ണമായും പൂർത്തിയാകുന്നില്ല, അല്ലെങ്കിൽ നീതിയുക്തമായി നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ടർ ഈ തഹസിൽദാറിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയൊരു അന്വേഷണ സമിതി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെയും ഹിയറിംഗ് ഇതിനെയും ആരംഭിച്ചിട്ടുള്ള എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച പരാതിയിൽ ആലപ്പുഴ DYSPക്ക് ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന പരാതിയിൽ ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് പട്ടികജാതി. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നമ്മൾ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടിരുന്നോ? ഈ ജാതി അധിക്ഷേപത്തിലുള്ള പ്രതികരണം തേടിയിരുന്നോ? അവർ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്?
ലക്ഷ്മി, ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതി നമ്മുടെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ ആലപ്പുഴ കളക്ടറേറ്റുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ ആരോപണ വിധേയായ ഉദ്യോഗസ്ഥയോടും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്നത് ഈ ഉദ്യോഗസ്ഥർക്കായി ഒരു പുതിയ ഹാജർ പുസ്തകം ഏർപ്പെടുത്തിയത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കളക്ടറുടെ ഔചിത്യം പ്രകാരം നടത്തിയ ഒരു നടപടി മാത്രമാണെന്നാണ് അവർ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. ഭരണ സൗകര്യാർത്ഥം ഇത്തരത്തിലൊരു പുതിയ ഹാജർ പുസ്തകം ഏർപ്പെടുത്തിയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണം. എങ്കിൽ പോലും ഈ ഉദ്യോഗസ്ഥനടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്തരത്തിലൊരു ഓഫീസ് ഓർഡറോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുതിയ ഹാജർ പുസ്തകം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കഴിഞ്ഞ ഈ 27 വർഷമായി 2009 മുതൽ അദ്ദേഹം അവിടെ ജോലി ചെയ്ത ആളാണ്. മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒപ്പിട്ടിരുന്ന അതേ ഹാജർ ബുക്കിൽ തന്നെയായിരുന്നു ഇത്രയും നാളും അദ്ദേഹം ഈ ഹാജർ രേഖപ്പെടുത്തിയിരുന്നതും. എന്നാൽ ഈ ഉദ്യോഗസ്ഥ വന്നതിന് ശേഷം ഇരുവായി ചില ഈ വാക്കുതർക്കം അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ ഈ ഇത്തരത്തിൽ ജാതി വിവേചനം എല്ലാം പ്രകടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പുതിയ ഹാജർ പുസ്തകം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതും. അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ PSC വഴി ജോലി നേടി ഈ സർവീസിലെത്തിയ ആളാണ് ഈ ജാതി നിക്ഷേപം ഉന്നയിച്ച അല്ലെങ്കിൽ ഈ പരാതിക്കാരനായിട്ടുള്ള വ്യക്തി പോലും ഇത്തരത്തിലുള്ള ഒരാളിനെ ഈ താൽക്കാലിക ജീവനക്കാരോടൊപ്പം ഹാജർ രേഖപ്പെടുത്തേണ്ട ആവശ്യകത എന്തെന്നുള്ള കാര്യത്തിലും നമുക്കൊരു ഇതിന്റെ ഒരു യുക്തി ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഇത് സംബന്ധിച്ച് നമ്മൾ വിശദീകരണം ചോദിച്ചപ്പോഴും അവർക്ക് കൃത്യമായ ഒരു മറുപടി നൽകാനും ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമായി ഒരു പ്രത്യേക ഹാജർ പുസ്തകം ഏർപ്പെടുത്തിക്കൊണ്ട് അതിനൊരു മറുപടി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതും. ലക്ഷ്മി, ഈ കാലത്തും ഏതൊക്കെ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ജാതി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കേസ് കാണുമ്പോൾ തോന്നുന്നത്. അത് ഹാജർ പുസ്തകത്തിൽ പോലും ജാതി എന്നുള്ളതാണ് നമ്മൾ നവോത്ഥാന കേരളം എന്ന് അഭിമാനിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്നത് ഏറെ സങ്കടകരമാണ്. ഏതായാലും ആലപ്പുഴ കളക്ടറേറ്റിലെ ആ നീചമായ ജാതി അധിക്ഷേപത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിലെ ചൗക്കിദാർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് മേലുദ്യോഗസ്ഥ ഇത്തരത്തിൽ ജാതി വിവേചനം കാണിച്ചിരിക്കുന്നത്.